ഈ വറുക്കുന്ന സാധനം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്? വിയറ്റ്നാമിലെ സ്ട്രീറ്റിലെല്ലാം അധികം സ്റ്റാളുകൾ ഇടാറുണ്ട്. ഈ സ്റ്റാളുകളിൽ കുറേ ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് വിൽക്കുന്ന സാധനം ഉണ്ടാവും, ഇങ്ങനെ ഫ്രൈഡ് ഐറ്റെല്ലാം. ഞാൻ പൊതുവെ അങ്ങനെ ഇത് വാങ്ങിച്ച് കഴിക്കാൻ വലിയ ഇഷ്ടമുള്ള ആളതല്ല. മക്കൾക്കെല്ലാം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അതിന് ടേസ്റ്റ് ചെയ്യുന്നല്ലാണ്ട് എനിക്കായിട്ട് വാങ്ങിച്ച് കഴിക്കാറില്ല. ഫ്രൈസ് മാത്രമൊന്നല്ലേ, അവിടെ സൂപ്പുകളുണ്ട്, പിന്നെ ഡംപ്ലിങ്സ് ഉണ്ട്, നമ്മൾ അട പോലെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുള്ള ഡംപ്ലിങ്സ് ഉണ്ട്, പിന്നെ കുറേ ടൈപ്സ് ജ്യൂസുകളെല്ലാം ഉണ്ട്. അതിലെല്ലാം കൂടുതലായിട്ട് കൗതുകം തോന്നിയത് ഈ സെക്ഷനിലാണ്. ഇതെന്താന്ന് വെച്ചാൽ എല്ലാം കുട്ടികളുടെ ജെല്ലി മുട്ടായിസാ. അതെല്ലാം ഡിഫറെൻറ്റ് ഷേപ്സ്. നോക്കണം, മുട്ട ബുൾസൈൻ്റെ ഒരു ഷേപ്പ് ഉണ്ട്, കണ്ണിൻ്റെ ഷേപ്സ് ഉണ്ട്, പാമ്പിൻ്റെ ഷേപ്സ് ഉണ്ട്, എന്തെന്തോ ആനിമൽസിൻ്റെ ഒക്കെ ഷേപ്സ് ഉണ്ട്. പക്ഷേ വലിയ ഗുണമൊന്നുമില്ല. എന്ത് ഗുണം ഉള്ളതല്ല, പിള്ളേരിൽ എന്താ ഇത്ര ടേസ്റ്റിൽ തിന്നുന്നത്. പിന്നെ നമ്മൾ ഈ താരം ഇതാണ് ചെസ്നട്ട്. ഒരു നട്ടാണ് ഇത്. കൂടുതലും തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് ഉണ്ടാവുക. നന്നായിട്ട് വറുത്തിട്ട് വേണം തിന്നാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എക്സാക്റ്റ് പറഞ്ഞാൽ നമ്മളെ ചക്കക്കുരുവിൻ്റെ ടേസ്റ്റ്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ചക്കക്കുരു വെച്ചാൽ ഇത് കഴിക്കണം, അതേ രുചി, അതേ ടേസ്റ്റ്. അപ്പം ഞാനെല്ലാം എൻ്റെ ചെറുപ്പകാലത്തെല്ലാം ഞങ്ങളെല്ലാം ചക്കക്കുരു ഇട്ടിട്ട് തിന്നലുണ്ട്. ആകെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പൊളിച്ചെടുക്കാൻ കുറച്ച് വിഷമമാണ്. അകത്തോണ്ട് പൊളിച്ചെടുക്കാൻ കുറച്ച് വിഷമം. ഞാൻ ചൂടോടെ പൊളിച്ചെടുത്തോണ്ടോന്നും അറിയില്ല, പക്ഷെ സാധനം അടിപൊളിയാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ? കമൻറ്റ് ചെയ്യണേ. ബൈ ബൈ.